പോലീസ് ഉദ്യോഗസ്ഥർ ചിലരോട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഇവർ അമ്മാവനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ കാരണം വേണമല്ലോ സുജി, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഒരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ അതിന്റെ മോട്ടീവ് എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അത് കൃത്യമായ മറുപടി കിട്ടുന്നതുവരെ പോലീസിന്റെ ഇന്ററോഗേഷൻ തുടർന്നേ പറ്റൂ. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞിനെ അമ്മയുടെ സഹോദരൻ എന്തിന് കൊല്ലണം എന്നതാണ്. കുഞ്ഞിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ സഹോദരൻ ഹരികുമാർ നടത്തുന്നത് എന്നുള്ളതും സംശയിക്കേണ്ടത് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവരിൽ രണ്ടുപേരിൽ ഒരാളാണ്, അതല്ലെങ്കിൽ ഇവർ രണ്ടുപേർ ചേർന്ന് ചെയ്തതാണ്, അതാരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴുള്ള ഈ സമയത്ത് അമ്മാവനിലേക്ക് പോലീസ് എത്തുന്നു, അപ്പോൾ ഇവർ കുറ്റം സമ്മതിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതെന്തിന് എന്ന് ചോദിക്കുമ്പോഴാണ് നിരന്തരമായി മൊഴികൾ മാറി മറിഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതിന്റെ കാരണത്തിലേക്ക് കടക്കാൻ പോലീസ് സംഘത്തിന് കഴിയുന്നില്ല. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കാൻ കഴിയില്ല, അറസ്റ്റിലേക്ക് പോകാനും കഴിയില്ല. സ്വാഭാവികമായി ഇതിന്റെ കാരണം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വല്ലപ്പോഴും വരുന്ന അച്ഛന്റെ ചുമലിലേക്ക് ഈ കൊലപാതക കുറ്റം ഇടാനുള്ള ശ്രമം സഹോദരിയും സഹോദരനും ചേർന്ന് നടത്തിയോ എന്നുള്ളതും സംശയിക്കപ്പെടേണ്ടതുണ്ട്. ഈ സാമ്പത്തിക തർക്കം സഹോദരനും ഈ പറയുന്ന സഹോദരിയായ കുഞ്ഞിന്റെ അമ്മയും തമ്മിൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടോ എന്നുള്ളതുണ്ട്. ചുരുക്കത്തിൽ ഒരു ദുരൂഹത ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്തിനാണ് കൊന്നു എന്ന കാര്യം ഉറപ്പാണ്. അമ്മയല്ലെങ്കിൽ അമ്മാവനിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നു. പക്ഷേ അതെന്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, ടി വി പ്രസാദ്, ഇതിൽ കുറ്റമേറ്റതാകാനുള്ള ഒരു സാധ്യതയും പകുതി നിൽക്കുകയല്ലേ? ഉറപ്പായും. അതായത് പോലീസിനെ സംബന്ധിച്ച് പോലീസ് രാവിലെ മുതൽ ചോദ്യം ചെയ്യുമ്പോഴും ഈ അമ്മയും അമ്മാവനും പരസ്പര വിരുദ്ധങ്ങളായ മൊഴിയാണ്. അതായത് ഒന്ന് പറയുന്നതല്ല ഒന്ന് പറയുന്നത്. അമ്മയെയും അമ്മാവനെയും സഹോദരന്മാരെ ഒന്നിച്ചിരുത്തി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അവരെ മാറ്റിയിരുത്തി ചോദ്യം ചോദിച്ച് വീണ്ടും അവരെ ഒന്നിച്ചിരുത്തുന്ന സമയത്ത് മാറ്റിയിരുത്തി ചോദിച്ച സമയത്ത് ഉള്ളതിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പോലീസ് സംഘത്തെ വട്ടം കറക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തിനീ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നത് തന്നെയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള എന്ത് പ്രശ്നമാണ് ആ വീട്ടിലുണ്ടായത്? അതല്ല അമ്മാവനാണ് ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തതെങ്കിൽ എന്താണ് എന്നതാണ്. മാനസികമായുള്ള ഒരു പ്രശ്നം, അതായത് വളരെ അബ്നോർമലായി പെരുമാറുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാർ എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഭീകരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഇനി അങ്ങനെ എങ്ങാനും ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലും ഉറപ്പുവരുത്തണമെങ്കിൽ ഈ കുറെ കൂടി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് ഇതുവരെയും അവരുടെ ആ ഒരു ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്നതാണ്. ഒരു ചെറിയ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയ ഒരു വാർത്ത വരുന്നു. മാത്രമല്ല ഈ കൊലപാതകം മറച്ചുവെക്കാൻ എല്ലാവരും ശ്രമിച്ചു എന്നതാണ്. അതായത് രാവിലെ കുഞ്ഞിനെ കാണാതായി എന്നുള്ളതിൽ തെരച്ചിൽ നടത്തുകയാണ്. അങ്ങനെയുള്ള തെരച്ചിലാണ് ഒടുവിൽ കിണറ്റിലുണ്ട് എന്ന വിവരം കിട്ടുന്നത്. അതിനർത്ഥം വീട്ടിലുള്ള എല്ലാവരും ഈ സംഭവം മറച്ചുവെച്ചോ എന്ന സംശയം കൂടി ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ കഴിഞ്ഞ കുറെ സമയമായി ഇവിടെ തുടരുകയാണല്ലോ. ഒന്നുകിൽ അമ്മാവൻ അല്ലെങ്കിൽ അമ്മ. അതായത് കുഞ്ഞിന്റെ അച്ഛനല്ല, ശ്രീജിത്ത് അല്ല പ്രതി എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഒരു കൃത്യമായ നിഗമനത്തിലെത്തി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എസ് ഐയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ അച്ഛനെ സംബന്ധിച്ച് മറ്റൊരു പരാതിയുമില്ല, മറ്റൊരു പശ്ചാത്തലവുമില്ല. ഈ അമ്മയോ അമ്മാവനോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമ്മാവനത് ഏറ്റുപറയുക കൂടി ചെയ്തുകൊടുക്കുകയാണ്. പോലീസിന് സംശയം ഇരട്ടിക്കുന്നത് ഈ അമ്മയെ രക്ഷിക്കാൻ, സഹോദരിയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിൽ എന്തിനായിരിക്കണം ഇത് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിലാണ് ഏറ്റവും പ്രധാനം, അല്ലേ?